ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതാ ഈ കാണുന്നത് ലുലു സെലിബ്രേറ്റിൻ്റെ ഒരു ഔട്ട്ലെറ്റാണ് കേട്ടോ. ലുലു ഷോപ്പിംഗ് മാളിൽ അതിൻ്റെ എന്താ പറയുക, നമ്മുടെ ഫാഷൻ സ്റ്റോറിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ ഞാനും മോളും കൂടി അവിടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു. എന്തൊക്കെയുണ്ടെന്ന് കാണാമല്ലോ. ഒത്തിരി ഡെക്കറേഷനുള്ള ബോൾസൊക്കെ കണ്ടിട്ടോ. ഇതാ ഈ വൈറ്റ് ആൻഡ് ഗോൾഡ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇന്ന് എൻ്റെ കൂടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുഞ്ഞിക്കിളി ഇരിക്കണ്ട കേട്ടോ. കുഞ്ഞിക്കിളി ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഇവിടെ പല വെറൈറ്റിയുള്ള ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടോ. കണ്ടോ, ഇതിൽ കുറേ, അതായത് ഗ്രീനിൻ്റെ തന്നെ പല ഷെയ്ഡ്സ് കാണാം, ലൈറ്റ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് കാണാം. വാവയ്ക്ക് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ കണ്ടിട്ട്. ഏത് ഇഷ്ടപ്പെട്ടെ? ഈ ലൈറ്റിൻ്റെയോ? അതേപോലെ റെയിൻഡിയേഴ്സ് ഒത്തിരി ഉണ്ട്. ഗ്രീൻ കളർ റെയിൻഡിയേഴ്സിനൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയാട്ടോ. എനിക്കിവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇതിൻ്റെ എൻട്രൻസിൽ വെച്ചിരിക്കുന്ന ആർച്ചായിരുന്നു. ഈ ഒരു ക്രിസ്മസ് ട്രീ കണ്ടപ്പോൾ നല്ല ബുഷി ആയിട്ട് തോന്നി കേട്ടോ. ഇതിൻ്റെ റേറ്റ് കൂടി ഇവിടെ കാണാം കേട്ടോ. അതായത് 5,999. എനിക്ക് തോന്നുന്നു 6 ഫീറ്റിനൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ നല്ല ഹൈറ്റുള്ളതിന് 11,000 സംതിങ് ഒക്കെ വരുന്നുണ്ട്. ചില ട്രീസൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി. പിന്നെ ഡെക്കറേഷനുള്ള ഒത്തിരി ബോൾസും ഒരുപാട് സാധനങ്ങൾ. ഇതാ ഇവിടെ നല്ല ഭംഗിയുള്ള ബാസ്ക്കറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഗിഫ്റ്റ് ഹാമ്പേഴ്സൊക്കെ ആക്കാൻ പറ്റിയ നല്ല ബാസ്ക്കറ്റ്സ് ഉണ്ട് കണ്ടോ. ഞങ്ങൾ ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കി. ഒത്തിരി റേറ്റൊന്നുമില്ല എല്ലാത്തിനും. ചിലതൊക്കെ ഒരു എത്രയാകുമ്പോൾ ഇതിന് റേറ്റ് വന്ന് 100, 150 അങ്ങനെ ആ ഒരു റേറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. വാവയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? ഇത് നോക്കിയ ക്യാപ്പ് കുറേ നല്ല അത് നമുക്ക് വാങ്ങാം കേട്ടോ. ക്രിസ്മസ് ക്യാപ്പ് കണ്ടു. ഇത് നോക്കിയ ഒരു സ്റ്റിക്ക് കണ്ടോ. ഇതിന് എനിക്ക് തോന്നുന്നു 55 59 59 ആയിരുന്നു ഇതിന്. മേടിക്കാം കേട്ടോ നമുക്ക്. നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഞാനിത് വാങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു വേണമെങ്കിൽ കുഞ്ഞിക്കിളി ഞാനിത് വാങ്ങാന്ന് വിചാരിച്ചിട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ക്രിസ്മസ് ഫാദർ സാന്റാക്ലോസിന്റെ ഇങ്ങനെ ഒരു സ്റ്റിക്കിൽ. അപ്പൊ നമുക്കൊരു ക്രിസ്മസ് ട്രീ ഒക്കെ വെക്കുന്നതിന്റെ സൈഡിലായിട്ട് വേണമെങ്കിൽ ഫെൻസ് പോലെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു എന്താ പറയുക, കുത്തി വെക്കുന്ന പോലെയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കുഞ്ഞാവക്ക് അതെടുത്ത് നമ്മളെയൊക്കെ ആരെങ്കിലും ഓടിച്ചിട്ടാലോ അതൊക്കെ കൊണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങളങ്ങനെ വാങ്ങിയില്ല. പിന്നെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു വച്ചിരിക്കുന്ന ഒരു സ്റ്റൈൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നടുക്ക് നിറയെ ഈ ക്രിസ്മസിൽ ഹാങ് ചെയ്യാൻ പറ്റിയ ഒത്തിരി സാധനങ്ങളും സൈഡിൽ നല്ല വെറൈറ്റി ക്രിസ്മസ് ട്രീകൾ. ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ കുഞ്ഞിക്കിളി അരിയത്തിരിക്കുക കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങളോട് പറയണം കുഞ്ഞിക്കിളി മിണ്ടാതിരിക്കുമെന്ന്. കുഞ്ഞിക്കിളി ഇടയ്ക്കും വേണ്ടിക്കോട്ടെ. ഇവർക്ക് ഇഷ്ടമാണ് കുഞ്ഞിക്കിളിയുടെ സംസാരം കേൾക്കാൻ. ഒന്ന് ചോദിച്ചു നോക്കിയാൽ ഇഷ്ടമാണോ കുഞ്ഞിക്കിളിയുടെ സംസാരം കേൾക്കാൻ? ചോദിച്ചു നോക്കിയേ. ഇഷ്ടമാണ് കേട്ടോ. ഇതാ ഗോൾഡൻ ബോൾസ് ഉണ്ടോ. ഇതിൻ്റെ റെഡ് ബോൾസ്, ഗോൾഡൻ, ബ്ലൂ, ഒത്തിരി കളേഴ്സ് ഉണ്ട് കണ്ടോ. റെഡ്, ബ്ലൂ, ഗോൾഡ്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സാന്റാക്ലോസിനെയൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. കുഞ്ഞു സാന്റ. ഇതാ എനിക്ക് വീഡിയോ എടുക്കാനായിട്ടുണ്ടല്ലോ ഇത് കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ശരിക്കും നേരിട്ട് കാണുമ്പോൾ വീഡിയോ എടുക്കണോ അതോ നേരിട്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കണോ എന്നൊക്കെ ആലോചിച്ചിട്ട് ചില സീൻസൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. എങ്കിലും മാക്സിമം എനിക്ക് പറ്റുന്നതെല്ലാം ഞാനിതിൽ കവർ ചെയ്തിട്ടുണ്ട്. ആർച്ച് ഒന്നുകൂടി കാണിക്കാം കേട്ടോ. ആർച്ച് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇവിടെ മോള് പറയണ്ടായിരുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം ഒരു വലിയൊരു ആർച്ച് വാങ്ങണം നമ്മുടെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞു. ഇത് കുറേ നേരം ഞാനിങ്ങനെ ഓരോ ട്രീസൊക്കെ എടുത്തിട്ടോ. അപ്പോൾ ഞാനടുത്ത് കുറച്ചുകൂടി ലോങ് ഡിസ്റ്റൻസിലൊന്ന് കാണിക്കാം. ചില ട്രീസിൽ ഇങ്ങനെ ചെറീസൊക്കെ വന്നിട്ടുണ്ട്. ചില ട്രീസിൽ കണ്ടോ നിറച്ച് സാന്റയുടെ ഹെഡ് ഇങ്ങനെ ഹാങ് ചെയ്തതുണ്ട്. പിന്നെ ചിലതിൽ ലൈറ്റ്സ്, ചിലതിൽ സ്നോ കിടക്കുന്ന പോലത്തെ ട്രീസ്. അതായത് നമ്മൾക്ക് ഏത് ടൈപ്പ് ട്രീ വാങ്ങണം എന്നൊരു ഐഡിയ കിട്ടണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി കേട്ടോ. നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിരിക്കുന്നത് കണ്ടോ. ഈ ആർച്ചിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒത്തിരി പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്നത് അതിൻ്റെ താഴെ ഒരു റെഡ് കാർപ്പറ്റ് ഇട്ടിരിക്കുന്ന. നമ്മളിപ്പം നമ്മുടെ തീം ഒരു റെഡ് ആണെന്നുണ്ടെങ്കിൽ റെഡും ഗോൾഡനൊക്കെ ആണെങ്കിൽ നമുക്ക് റെഡ് കാർപ്പറ്റ് ഇട്ടിട്ടൊക്കെ ഇതേപോലെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഭംഗിയാട്ടോ. കണ്ടോ നമ്മുടെ വീട്ടിലെ ട്രീ ഞാൻ കാണിക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ ഈ പ്രാവശ്യം ബ്ലൂ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൂ ആണ് തീം. അപ്പം ബ്ലൂ സാധനങ്ങളൊക്കെയാണ് വെച്ചതെന്ന് കണ്ടോ. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എന്താ പറയുക, ഫോട്ടോസ് എടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇതിങ്ങനെ കണ്ട് നമ്മുടെ സമയം പോയി. പറ്റുവാണെങ്കിൽ ഒരു ദിവസം രാത്രി പോയിട്ട് ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണം. രാത്രി ആകുമ്പോൾ കുറച്ചുകൂടി കാണാനായിട്ട് ഭംഗിയായിരിക്കുമല്ലോ.
അതേപോലെ സാന്റാക്ലോസിൻ്റെ വലിയ സ്റ്റാച്ചു ഉണ്ടായിരുന്നു, അതും കാണാനായിട്ട് നല്ല കേട്ടോ. വെസ്റ്റ് സൈഡിൽ ഒത്തിരി നമുക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സ്, ക്രിസ്മസ് തീമിൽ ഒത്തിരി ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അപ്പം അതും കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങളിങ്ങനെ കാണിക്കുവാണ്. ഷോർട്ട്സും ടീഷർട്ടും കൂടിയിട്ട്, അതുപോലെ ടീഷർട്ട് മാത്രമായിട്ട് റെഡ് ക്രിസ്മസ് തീമിലൊക്കെ ഇടാൻ പറ്റിയത് നല്ല രസമാണ്. ക്രിസ്മസിൻ്റെ ടൈമിൽ നമ്മളൊരു ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ കംപ്ലീറ്റ് ഒരു ക്രിസ്മസ് വൈബാണ്. അതായത് റെഡ്, ഗ്രീൻ, വൈറ്റ്, അതെ വാക്കി വാങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കി കാണാൻ മൊത്തത്തിൽ എന്താ പറയുക, ഫുൾ ലൈറ്റ്സ്, ഈ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ കൂടെ വന്നിട്ട് ഇത്തിരി ഭംഗിയായിട്ട് എനിക്ക് തോന്നി. കണ്ടോ, ചിലതൊക്കെ എനിക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയതാട്ടോ നിങ്ങളെ ഞാൻ കൂടുതലായിട്ട് കാണിക്കുന്നത്. ഇത് വെസ്റ്റ് സൈഡിൽ നിന്നുള്ളൊരു ചെറിയ ക്ലിപ്പിങ്സ് ഒക്കെയാണ്. ഇതാ ഈ കാണുന്ന നല്ല ഭംഗിയുള്ള ടേബിൾ മാറ്റ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ക്രിസ്മസ് ആയിട്ട് ബെഡ്ഷീറ്റ്സ്, ടേബിൾ മാറ്റ്സ് ഒക്കെ ഒരു തീമിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഈ ബെഡ്ഷീറ്റൊക്കെ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളതായിരുന്നു. അപ്പോൾ ടേബിൾ മാറ്റ് പുതിയതായിട്ട് കിട്ടിയപ്പോൾ ഞാൻ അത് വാങ്ങി. ഇനി നെക്സ്റ്റ് വീക്ക്, അതായത് ക്രിസ്മസിൻ്റെ ആ കറക്റ്റ് ടൈം ആകുമ്പോഴേക്കും ഈ ടേബിൾ മാറ്റൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഞാൻ എന്താ പറയുക, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന് സിംഗിൾ പീസസ് അല്ലെങ്കിൽ ഒരു 6 പീസസ് അങ്ങനെയൊക്കെ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇത് നല്ല ഭംഗിയുണ്ടായിട്ടോ. അധികം റേറ്റൊന്നുമില്ല. ഈ ചെറിയൊരു മാറ്റിന് 80 അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ടേബിൾ മാറ്റ്, നല്ല ടേബിൾ മാറ്റ് ഇതേപോലെ വലുത് വരുമ്പോൾ ഒരു 140, 150 ആ ഒരു റേഞ്ച്. പിന്നെ ചെറിയ മാറ്റ്സൊക്കെ വരുമ്പോഴേക്കും 85, 80 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹാൻഡ് കർച്ചീഫും കുറച്ച് ക്രിസ്മസ് തീമിൽ വാങ്ങിയത് 55, 60 ആ റേറ്റ്. ഇത് ഞാൻ എൻ്റെ കുഷ്യനൊരു കവർ വാങ്ങിയതാട്ടോ. ചേട്ടനും വൈഫും വന്നപ്പോൾ 2 കുഷ്യൻ കൊണ്ടുത്തന്നു. വിദ്യക്ക് കുറേ കുഷ്യൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ വിദ്യ എനിക്ക് 2-3 കുഷ്യൻ തന്നു. അപ്പോൾ അതിന് ഞാൻ നല്ല ഭംഗിയായിട്ടുള്ള കവർ വാങ്ങി കേട്ടോ. ഇതാ ഇതും സ്നോ ഫ്ലേക്സിൻ്റെ പിക്ചേഴ്സ് ഉള്ളത്. ഇതെല്ലാം നമുക്ക് ക്രിസ്മസ് തീമിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിനടുത്ത് വെക്കുമ്പോൾ ഭംഗിയായിരിക്കും തോന്നി. ഇതാ കുഞ്ഞിക്കിളി ഇവിടെ ഓരോ കാര്യം. ഇതെന്താ കുഞ്ഞിക്കിളി? ക്രിസ്മസ് ട്രീ ആണോ ഇത്? ക്രിസ്മസ് ട്രീയിലെ ബോൾസ്. ഈ ബോൾസ് പോലെ ഇല്ലേ? ആ കുഞ്ഞിക്കിളി ഇട്ട ബോളല്ലേ, നോക്കി. ഇതെന്ത് കളറാ? ഗ്രീൻ കളർ. ആ കുഞ്ഞിക്കിളിക്ക് അറിയാട്ടോ ഇത് ഗ്രീൻ കളറാണ്. കുഞ്ഞിക്കിളിയുടെ ബർത്ത്ഡേ ഉണ്ടോ ഈ മാസം 28-ന്. കുഞ്ഞിക്കിളിയുടെ ബർത്ത്ഡേക്ക് ഞാൻ കുറച്ച് പിക്ചേഴ്സ് ഇടാം കേട്ടോ. കുഞ്ഞിക്കിളിനെ ഞങ്ങൾ നല്ല സ്റ്റൈലായിട്ട് മേക്കപ്പ് ചെയ്തിട്ട് ഫോട്ടോസ് ഇടാം. പിന്നെ കുഞ്ഞിക്കിളിയുടെ മുറ്റത്ത് നടക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വെക്കേഷൻ സമയത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം. ഈ ബെഡ്ഷീറ്റും നമ്മുടെ ഒരു ക്രിസ്മസ് തീമിൽ വന്നിരിക്കുന്ന കേട്ടോ. നമ്മുടെ ക്രിസ്മസ് ട്രീ ഈ കളറിലെയാണ്. അത് ഞാൻ അടുത്ത ദിവസം വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ അതിൻ്റെ നല്ല ക്ലിപ്പിങ്സ് ഒന്നും എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. ഇതാ ഈ കാണുന്ന നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ച ബെഡ്ഷീറ്റ് കേട്ടോ. ഇത് നമ്മൾ ക്രിസ്മസ് തീമിലേക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഇത് അമ്മൂൻ്റെ റൂമിലേക്ക് ഇടാനുള്ള ബെഡ്ഷീറ്റ്. അപ്പോൾ ഞാൻ ഇതൊക്കെ വിരിച്ചിട്ട് ഇതിൻ്റെ ഫോട്ടോ കാണിക്കാം കേട്ടോ. അപ്പോഴാണ് ഇത് എങ്ങനെ ഉണ്ടാവും എന്ന് മനസ്സിലാവുള്ളൂ. ഒത്തിരി എന്താ പറയുക, ഒത്തിരി വെറൈറ്റി സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഒരുപാട് വാങ്ങുമ്പോൾ ഒത്തിരി കോസ്റ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ ചില ബെഡ്ഷീറ്റ്സൊക്കെ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ഒക്കെ വന്നിരിക്കുന്നത് 1200 ഒക്കെയാണ് കേട്ടോ. ഇവിടെ 2 പേരിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. 1200 ആ ഒരു റേഞ്ചിലൊക്കെ ആയിട്ട് വന്നത്. ഇതിന് അത്യാവശ്യം കട്ടിയുണ്ട്, എന്ന് വെച്ചാൽ പ്യുവർ കോട്ടൺ ആണ്. പിന്നെ ഞാൻ ഇതുപോലെ വാഷ് ചെയ്ത് നോക്കി കേട്ടോ. വാഷ് ചെയ്ത് നോക്കിയിട്ട് കളറൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ചില ബെഡ്ഷീറ്റ്സ് എന്താ പറയുക, ക്രിസ്മസിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ചിലത് അതിൻ്റെ ഒരു എന്താണ് എന്തെങ്കിലും ഒരു സിമ്പിൾസോ അല്ലെങ്കിൽ ഡിസൈൻസ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നി. ഇതെങ്ങനെയാണ് വിരിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് കൂടി ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി കളർഫുള്ളാണത്. നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബെഡ്ഷീറ്റായിരുന്നു. ഇതിന് കുറച്ചുകൂടി റേറ്റ് കൂടുതലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നൊരു 1600 ആ ഒരു റേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പില്ലോ കവറും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. മറ്റ് ഞാൻ നേരത്തെ കാണിച്ച ബെഡ്ഷീറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു 4 സൈഡിലും പ്ലെയിൻ ആയിട്ട് വന്നിട്ടുണ്ട്. നടുക്ക് മാത്രം പ്രിൻറ്റ് വരുന്നത്. ഈ ബെഡ്ഷീറ്റ് അങ്ങനെയല്ല, ഫുൾ പ്രിൻറ്റ് വന്നിട്ടുണ്ട്. മാവ ഇതിൽ കണ്ടോ സാന്റാക്ലോസിൻ്റെ പിക്ചർ കണ്ടോ? സാന്റാക്ലോസ് അതേപോലെ റെയിൻഡിയർ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് റെയിൻഡിയറിനെ കാണാൻ. നല്ല എന്താ പറയുക, ഒരു അക്വ ഗ്രീൻ അതേപോലെ ബ്ലൂ കളർ, അതെ ബ്ലൂ ഒക്കെ വന്നിട്ടുള്ള റെയിൻഡിയേഴ്സൊക്കെ വന്നിട്ടുണ്ട്.
നല്ല രസമാണ്. ഇത് ഞാൻ വിരിച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ ആ ഒരു ബോൾസും പിന്നെ വൈറ്റും അതൊക്കെയാണ് വിരിക്കുന്നത്. ഈ കാണുന്ന ട്രേ ആണ്. ഇത് ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ലിമിറ്റഡ് പീസാണ് കേട്ടോ കയ്യിലുള്ളത് ഈ ട്രേയുടെ. അപ്പോൾ ഒരു ചേച്ചീൻ്റെ അടുത്ത് കുറച്ച് ദിവസമായി പറഞ്ഞിട്ട് അപ്പോൾ ഈ ആഴ്ച അത് ഞാൻ അയച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്നു. ഒന്നാമത് ഈ പ്രാവശ്യം നമ്മളത് ഇങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് സെയിലിന് വേണ്ടിയൊന്നും ഞാനത് അധികം അങ്ങനെ എടുത്തൊന്നുമില്ല. എനിക്ക് വീട്ടിലേക്ക് യൂസിന് മാത്രമാണ് ഞാൻ ഈ ബെഡ്ഷീറ്റ്സും ഇതേപോലെ ട്രേസൊക്കെ സെലക്ട് ചെയ്തത്. ഇത് കട്ടിലിൽ വിരിച്ചതിന് ശേഷമുള്ള വ്യൂ കൂടി ഒന്ന് കാണിക്കാം കേട്ടോ. എൻ്റെ ഒരു എന്താ പറയുക കേർട്ടന് മാച്ചായിട്ട് ഈ ബെഡ്ഷീറ്റ് എനിക്ക് തോന്നി. അതുപോലെ ഞാൻ ലാസ്റ്റ് വീക്ക് യൂസ് ചെയ്ത ബെഡ്ഷീറ്റ് വാഷ് ചെയ്ത് വിരിച്ചിട്ടുണ്ട് കേട്ടോ. വാഷ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ കളർ ഇളകി പിടിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളെ കാണിക്കുന്നത്. കണ്ടോ, നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റി മെറ്റീരിയൽ, കളറൊന്നും ഇളകി പിടിച്ചിട്ടില്ല. ആ ഒരു റേറ്റിൽ എനിക്ക് വേർത്തായിട്ട് തോന്നി. ഇനി നമ്മുടെ ഫോറം മോൾ ഡെക്കറേഷൻ കൂടി ഒന്ന് കാണിക്കാം കേട്ടോ. ഞാൻ അമ്മുമായിട്ടൊന്ന് ഫോറം മോൾ വിസിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ വലിയൊരു ഷൂ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമ്മു ഞാനും കൂടി ജസ്റ്റ് അവിടെ ഒന്ന് കറങ്ങി കുറച്ച് വീഡിയോസ് എടുത്തു. എന്താണെന്ന് വെച്ചാൽ ഒത്തിരി എടുക്കാനായിട്ടൊന്നും കൂടുതലില്ല. ഇതേപോലെ വലിയൊരു ഷൂ അതിൻ്റെ എൻട്രൻസിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ നിറച്ച് ഗിഫ്റ്റൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ആളുകൾ പോകുമ്പോൾ എന്ത് ചെറുതാന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്ന അതിൻ്റെ സൈസ്. പിന്നെ ഇതേപോലെ കുറേ ട്രീ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് നടന്ന് പോവാം കേട്ടോ. ഞാനപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നടന്നു. ഈ കാണുന്നത് നമ്മുടെ ലുലുവിലെ കുറച്ച് ഫോട്ടോസൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതായത് എങ്ങനെയാണ് പറയുക, നമ്മളൊന്ന് പോയി കാണണം, എന്നാലേ നമുക്കതൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ഫോട്ടോസൊക്കെ നമുക്ക് എടുത്തു വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പഴയ മെമ്മറീസൊക്കെ ആലോചിക്കുമ്പോൾ ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പറ്റാവുന്ന രീതിയിൽ ടൈം കിട്ടുമ്പോൾ പോയി ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളും അതേപോലെ ഈ ഓൺലൈൻ സെയില്, സാരി ഡ്രസ്സിൻ്റെ വീഡിയോ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിലും ഞാൻ ചില സമയത്തൊരു 2-3 hours ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. മോളുടെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞാവിടെ കൂടെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് നമുക്ക് പറ്റാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ചില സമയത്ത് വീഡിയോ എടുക്കുമ്പോൾ ആരെങ്കിലും ഫ്രണ്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോകും. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയൊക്കെ നോക്കി വരുമ്പോഴേക്കും നമ്മുടെ ഫോട്ടോ മാത്രമായിട്ട് എടുക്കലൊന്നും ചില സമയത്ത് പോസിബിൾ അല്ലല്ലോ. ഇതൊക്കെ പോകുന്ന വഴിക്ക് എനിക്ക് തോന്നുന്നത് ലിഫ്റ്റിൽ കയറിയിട്ട് എടുത്ത മിറർ സെൽഫിയൊക്കെ ആട്ടോ അമ്മു ഞാനും കൂടിയൊക്കെ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ഒരു ക്രിസ്മസിൻ്റെ ഒരു എന്താ പറയുക വൈബ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ചില എന്താ പറയുക ലാസ്റ്റ് ഇയർ ക്രിസ്മസിൻ്റെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് നല്ല രസം തോന്നും. അങ്ങനെ ഈ വർഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കുറച്ച് ജസ്റ്റ് ഒന്ന് കറങ്ങി കുറേ ക്രിസ്മസിൻ്റെ കാര്യങ്ങൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനി ഒരു ദിവസം ഈവനിങ് ബ്രോഡ്വേയിലൊന്ന് പോയിട്ട് ബ്രോഡ്വേയുടെ ഉള്ളിലെ മാർക്കറ്റൊന്ന് കാണിക്കണം എന്നുണ്ട്. ഭയങ്കര ഭംഗിയാണ്. ഈ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഡേ ടൈം ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ രാത്രിയത്തെ ലൈറ്റൊന്നും നിങ്ങളെ കാണിക്കാനായിട്ട് സാധിച്ചില്ല. കണ്ടോ, ഇതൊക്കെ എനിക്ക് ഒത്തിരി, അതായത് ഫോറം മോളിൻ്റെ ഫുൾ ഫ്ലോറ് വരുന്നുണ്ട് ഈ ഒരു ഫോട്ടോയിൽ. ഇതൊക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ നിങ്ങളിതൊക്കെ കാണിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ വെക്കേഷൻ സമയത്താണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് വെച്ചാൽ അതനുസരിച്ചിട്ട് പോയിട്ട് പറ്റാവുന്ന രീതിയിൽ ഇതൊക്കെ കാണാം. വീട്ടിൽ കുട്ടികളെയൊക്കെ കൊണ്ടേ കാണിക്കാം. ഈ ചെറിയ വീഡിയോയിൽ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.